സെന്ന ഹെഗ്ഡെയുടെ സംവിധാനത്തിൽ ഒരുക്കിയ അവിഹിതം എന്ന ചലച്ചിത്രത്തിന്റെ പ്രീമിയർ ഷോ നടന്നു. കേരളത്തിലെ പല തിയേറ്ററുകളിലും പ്രീമിയർ ഷോ നടന്നു. കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിൽ ഷോ കാണുവാനായി സിനിമയിലെ താരങ്ങളെത്തി. ഒറ്റ മിനിറ്റ് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഇത് നീ വേറെ ആരോടോ പറഞ്ഞോ? ചവിട്ടി ഞെരിച്ച് കൊന്നുകളിയാൻ. ഇത് ചില്ലറ കളിയല്ല, എല്ലാറ്റിലും നല്ല ശബ്ദമാണ്. തെളിവിന് ഇന്ന് രാത്രി നമുക്കൊന്ന് പോയി നോക്കിയാലോ? കുളിസീൻ കാണാൻ പോലെ എനക്ക് പണി. കുളിസീനല്ല, കുളിമുറിക്ക് പുറത്തല്ലേ സീൻ. സെന്ന ഹെഗ്ഡെയുടെ മൂന്നാമത്തെ സിനിമയാണ് അവിഹിതം. കാസർഗോഡ് ഭാഷയിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഉണ്ണിരാജ് ചെറുവത്തൂർ, രഞ്ജിത്ത് കാങ്കോൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് അവിഹിതമെന്ന് സിനിമാ താരം CP ശുഭ പറഞ്ഞു. സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്ത അവിഹിതം എന്ന സിനിമ കാണാനാണ് നമ്മളിവിടെ എത്തിയത്. ഇതിൽ ചെറിയൊരു റോള് ചെയ്തിട്ടുമുണ്ട്. സിനിമയുടെ ഒരു പ്രത്യേകത, ഒരു ഗ്രാമത്തിലെ ഒരു വീടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു നാടുമായി ബന്ധപ്പെട്ട ചെറിയൊരു കാര്യത്തിൻ്റെ ഒരു അന്വേഷണമായി ഉള്ള ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതേ ഒരു വിഭാഗത്തിൽ വരുന്ന ഒരു സിനിമ. ഇതിന് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലെങ്കിലും മനുഷ്യരെ ഉള്ളു തൊടുന്ന ഒരുപാട് സംഭവങ്ങൾ ചിരിക്കാനും മുഴുനീളം ആസ്വദിക്കാനുമുള്ള എലമെന്റ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് സന്തോഷം. നോട്ട് ജസ്റ്റ് എ മാൻസ് റൈറ്റ് എന്ന ടാഗ് ലൈനോടെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം അംബരീഷ് കളത്തറ, സെന്ന ഹെഗ്ഡെ എന്നിവർ ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. E4 എക്സ്പെരിമെന്റ്സ്, ഇമേജിൻ സിനിമാസ്, മാരുതി ടാക്കീസ് എന്നീ ബാനറിൽ മുകേഷ് R മേത്ത, ഹാരിസ് ദേശം, PB അനീഷ്, CV സാരഥി, സെന്ന ഹെഗ്ഡെ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സെന്ന ഹെഗ്ഡെ സാറിൻ്റെ ഒരു നല്ല സിനിമയിൽ ഭാഗമാക്കുവാൻ സാധിച്ചതിൽ ഒരു സന്തോഷ നിമിഷമാണിത്. കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു പുതിയൊരു അനുഭവമായിട്ടാണ് ഇത് തോന്നിയത്. ഒരു ചെറിയ കഥ, അതിലൊരു ആശാരി മാധവൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം എന്നിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ അതിന് ഈ ഒരു നന്ദി പറയേണ്ട ഒരു നിമിഷം കൂടിയാണിത്. എനിക്ക് ഈ സിനിമയിൽ ചെറിയൊരു വേഷം സെന്ന ഹെഗ്ഡെ സാർ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു താങ്ക്സ് ആണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ സുധീഷ് ഗോപിനാഥിനും നിജിലോടും ശങ്കരോടും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാരോടും നന്ദി പറയുന്നുണ്ട്. എന്തായാലും ഈ സിനിമ എല്ലാവരും കാണണം. നല്ല സിനിമ ആയിരിക്കുമെന്ന് ഇതിൻ്റെ കണ്ടൻറ്റ് ഓരോ പഞ്ച് ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്ന് നല്ല സിനിമയായിരിക്കും. അവിഹിതം എന്ന സിനിമയിൽ ഞാനൊരു വേഷത്തിലെത്തുന്നുണ്ട്. തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമ നല്ല കുടുംബ പ്രേക്ഷകർക്ക് അതിമനോഹരമായ സിനിമ നൽകിയ സെന്ന ഹെഗ്ഡെ സാറാണ് സംവിധാനം ചെയ്യുന്നത്. അപ്പം കുടുംബ പ്രേക്ഷകർ ഒന്നിച്ച് എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. സെന്ന സാറിൻ്റെ രണ്ടാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ആദ്യം 1744 വൈറ്റ് ആൾട്ടോ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ രണ്ടാമത് വിളിച്ചപ്പോഴും നല്ലൊരു കഥാപാത്രം തന്നെയാണ് സാർ എനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഒരാൾക്ക് ഹിതമായിരിക്കുന്നത് മറ്റൊരാൾക്ക് അവിഹിതമായിരിക്കാം. അപ്പോൾ ഇത് ഹിതമായിട്ടുള്ള ഒരു അവിഹിതമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ആദ്യത്തെ സിനിമയിലൂടെ തന്നെ ലോക മലയാളികളെ അമ്പരപ്പിച്ച സംവിധായകനാണ് നമ്മുടെ കാഞ്ഞങ്ങാടിൻ്റെ പ്രിയപ്പെട്ട സെന്ന ഹെഗ്ഡെ സാർ. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം കൂടി ഇപ്പോൾ റിലീസാവുകയാണ്, അവിഹിതം എന്നുള്ള ഈ ചിത്രം നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളതും. ഇതിൻ്റെ കഥയും ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ വശങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. സുധീഷ് സാറ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി സിനിമയുടെ ഭാഗമാകാൻ എനിക്ക് ആഗ്രഹം സാധിച്ചു. അങ്ങനെ ഞാൻ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പേര് പോലെ അല്ല സിനിമ എന്ന് പല പരസ്യങ്ങളിലൂടെയും മറ്റും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ വർഷങ്ങളോളം ഞാൻ നാടകരംഗത്ത് നിന്നൊരു വ്യക്തിയാണ്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വേഷം എനിക്ക് സെന്ന സാർ ഈ ഒരു സിനിമയിൽ തന്നിട്ടുണ്ട്. ശ്രീരാജ് രവീന്ദ്രൻ, രമേശ് മാത്യൂസ് എന്നിവർ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നു. ഒരുപോലെ ചിരിക്കാനും സമൂഹത്തിൽ നടക്കുന്നതുമായ പലതരം രംഗങ്ങൾ കോർത്തിണക്കിയതാണ് ചിത്രം. വെള്ളിയാഴ്ച മുതൽ സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.